ഹായ് കൂട്ടുകാരെ, ഞാൻ നിത്യ. വെൽക്കം ടു മാത്സ് മീ മല്ലു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് +1 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. +1 കുട്ടികൾക്ക് അവരുടെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ്, അത് സെറ്റ് മുതൽ അവസാനം വരെ ഉള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്കായിട്ട് ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ +1 ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, എന്താ? സെറ്റ്സ് ആണല്ലേ. അപ്പൊ ആ സെറ്റ് എന്താണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുടങ്ങാം. എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇതായിരിക്കും: കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മാത്രം അത് സെറ്റ് ആവുമോ? ഇല്ല. അതെന്തായിരിക്കണം? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കണം അല്ലെ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയാം. ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. സെറ്റ് എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ആണെന്ന് മനസ്സിലാവും അല്ലെ. എന്താണ് ഈ വെൽ ഡിഫൈൻഡിന്റെ അർത്ഥം? അത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോ ഞാൻ കേരളത്തിലെ റിവേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു. കേരളത്തിൽ എത്ര റിവേഴ്സ് ഉണ്ട്? അതായത് കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്, അറിയാലോ. അപ്പൊ ആ 44 നദികൾ എന്ന് പറയുമ്പോൾ ആ 44 എണ്ണത്തിന്റെ പേരും ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒന്നാമത്തെ നദി, രണ്ടാമത്തേത്, മൂന്നാമത്തേതിന്റെ പേര്, അങ്ങനെ എത്ര വരെ? 44ാമത്തെ ഇതിന്റെ പേര് വരെ അവിടെ കാണുമല്ലോ, ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ അല്ലെ. അതിന്റെ ഒരു കളക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ആ 44 നദികളുടെ പേരും അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, പെരിയാറ് അതിലെ ഒരു നദിയാണോ? ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ. ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. എന്താ? പെരിയാറ് കേരളത്തിലെ 44 നദികളിൽ ഒരു നദിയാണ്. എന്നാല് ഗംഗ ഈ 44 നദികളിൽ ഒരാളാണോ? അല്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റിയത്? കാരണം ഈ 44 നദികളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ട് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ വേണ്ടി പറ്റും അല്ലേ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം വവൽസ്. വവൽസ് അറിയാലോ. A, E, I, O, U. ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റില് വവൽസ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, Y എന്നുള്ള ആൽഫബറ്റ് അതിനകത്ത് ഉണ്ടോ? ഒരു വവ്വലാണോ അല്ലയോ? അല്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം ഈ 5 എണ്ണം മാത്രമാണ് വവൽസ് ആ ഒരു കളക്ഷനകത്ത് പെടുന്നത്. ബാക്കി അല്ലാത്തതൊന്നും അതെന്തല്ല, വവൽസ് അല്ല, ഈ ഒരു കളക്ഷനകത്ത് പെടില്ല എന്ന് നമുക്ക് കൃത്യതയോടെ പറയാൻ വേണ്ടി പറ്റുന്നില്ലേ? ആ കൃത്യതയോടെ പറയാൻ വേണ്ടി പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അപ്പൊ എന്താണ് ഈ വെൽ ഡിഫൈൻഡ് അല്ലാത്ത കളക്ഷൻ? അങ്ങനെ ഒരു കളക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് പറയാം, ദ ബെസ്റ്റ് ഫുഡ് ഇൻ കേരള. ദ ബെസ്റ്റ് ഫുഡ് ഇൻ കേരള, അതിന്റെ ഒരു കളക്ഷൻ അല്ലെ. റൈസ് ഉണ്ടാവുക അല്ലെ, മീൽസ് ഉണ്ടാവുക, പിന്നെന്തുണ്ടാവുക, അൽഫാം ഉണ്ടാവുക, അങ്ങനെ പലതരത്തിലുണ്ടല്ലോ. ചിലവർക്ക് നൂഡിൽസ് ആയിരിക്കും ഇഷ്ടം അല്ലെ. അപ്പൊ ബെസ്റ്റ് ഫുഡ് എന്നുള്ളത് ഒരു പേഴ്സണ് അല്ലെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഇരിക്കുന്നത്. ഒരാൾക്ക് ഇപ്പം അൽഫാം ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് അത് ഇഷ്ടാവണം എന്നില്ല അല്ലെ. എനിക്കിപ്പം ചോറും മീനും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം, പക്ഷെ മറ്റൊരാൾക്ക് ബിരിയാണി ആയിരിക്കും ഇഷ്ടം അല്ലെ. അപ്പൊ ആ ബെസ്റ്റ് ഫുഡ് അത് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അർത്ഥമില്ല. അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. ചിലപ്പം നിങ്ങൾ ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഒരു 4 ഫുഡ്, 4 ഫുഡിന്റെ പേരാണെന്ന് വിചാരിക്കുന്നത്. 4 ഫുഡിനെ നിങ്ങൾ എഴുതി, പക്ഷെ നിങ്ങൾക്ക് ഈ ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്ത് ഇഷ്ടമല്ല? ആ ഒരു ഫുഡ് ഇഷ്ടമല്ല. അപ്പൊ എന്റെ കണ്ണില് അതെന്തല്ല, ബെസ്റ്റ് ഫുഡ് അല്ല, കേരളയിലെ ബെസ്റ്റ് ഫുഡ് അല്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു കളക്ഷൻ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റില്ല, വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോ സെറ്റ് എന്ന് പറഞ്ഞ ഇതാണ് എന്താ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഇനി എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക അത് അറിയണ്ടേ? എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? കേളി ബ്രേസിന്റെ ഉള്ളിലാണ് അല്ലെ, കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ആ കളക്ഷൻ എഴുതുന്നത് അല്ലെ. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ആ ഒബ്ജക്ട്സ് ഓരോന്നും എഴുതുന്നത് ഏതിനകത്താണ്, കേളി ബ്രാക്കറ്റ്സിനകത്താണ്. ഇപ്പൊ ഞാൻ പറയുന്നു ഡൈസിലെ നമ്പേഴ്സ്, നമ്മൾ ഏണിയും പാമ്പും കളിക്കാറില്ലേ അല്ലെ, അതിലെ ഓരോ നമ്പറും എങ്ങനെയാണെന്ന് നമുക്കറിയാലോ അല്ലെ. അതിൽ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും അല്ലെ. അങ്ങനെ ഏതൊക്കെ നമ്പേഴ്സ് എത്ര വരെയുണ്ട്, 1 to 6 ആണ് അല്ലെ. 1 2 3 4 5 6. ഇതിനകത്ത് 7 ഉണ്ടോ? 7 ഇല്ല നമുക്ക് എന്തുകൊണ്ടാ പറയാൻ വേണ്ടി പറ്റുന്നത്, അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ടാണ് അല്ലെ. അപ്പോ ആ ഒരു സെറ്റിന് സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓൺ എന്താ ഡൈസ് അല്ലെ, ഡൈസിന്റെ മുകളിലുള്ള ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അതിൽ നമ്മൾ എഴുതുന്നത് കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണ്. അതുപോലെ ഞാൻ നേരത്തെ വോവൽസ് എഴുതിയത് ശ്രദ്ധിച്ചായിരുന്നോ, എ ഇ ഐ ഒ യു അല്ലെ. ഞാൻ ആ കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ കൊമ കൊമ ഇട്ടിട്ടാണ് ഓരോ ലെറ്റേഴ്സും എഴുതിയത് അല്ലെ, ഓരോ വോവൽസ് എന്ന് പറയുന്ന ഓരോ ലെറ്റേഴ്സും എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ സെറ്റ് എ ഈക്വൽ ടു, അതല്ലാതെ സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു അങ്ങനെ സെറ്റിനെ കാണിക്കാറില്ല. അതുപോലെ ക്യാപിറ്റൽ ബി ഈക്വൽ ടു, ഇങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ എ ബി സി ഡി, ഇങ്ങനെയൊക്കെയാണ് എന്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. പിന്നെ എന്താ പറയാൻ വേണ്ടി പറ്റുക, പല ടൈപ്പ് ഓഫ് സെറ്റ്സ് ഉണ്ട് അല്ലെ. ആ ടൈപ്പ് ഓഫ് സെറ്റ്സ് നമുക്ക് എം ടി സെറ്റ് പറയാം. എന്താ പറയാ, എം ടി സെറ്റ്. ആ വാക്കിൽ തന്നെയുണ്ട് എന്താ, എം ടി ആയത്, അതായത് കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ ആളാരും ഉണ്ടാവില്ല, കേളി ബ്രാക്കറ്റ്സ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ സെറ്റ് എ ഈക്വൽ ടു ഞാൻ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ, ഇതൊരു എം ടി സെറ്റ് ആണ്. അപ്പൊ ആ എം ടി സെറ്റിനെ ഇങ്ങനെയും കാണിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയും കാണിക്കാം അല്ലെ, ഈ ഒരു രീതിയിലും കാണിക്കാം. ഇതെന്താണ്, എം ടി സെറ്റ് ആണ്. അപ്പൊ എ ഈക്വൽ ടു എം ടി അല്ലെ, അതിനകത്ത് ഒബ്ജക്ട്സ് ഇല്ല. ഇനി ഞാൻ ബി എന്ന് പറയുന്ന സെറ്റ് ഈക്വൽ ടു 5 ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇതെന്താണ്, ഈ സെറ്റിനകത്ത് ഞാൻ ഏതോ ഒരു എൻ്റെ ഒരു ഞാനൊരു മനസ്സിൽ വിചാരിച്ച ഒരു സംഭവം വെച്ചാണ്, അതായത് 3ക്കും അല്ലെ വേണ്ട 4നും 6നും ഇടയിലുള്ള ഇൻഡിജർ എഴുതുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ 4നും 6നും ഇടയിലുള്ള ഇൻഡിജർ ഏതാ, 5 അല്ലേ. അപ്പൊ ആ 5, അങ്ങനെയാണ് ഞാൻ ഈ 5 എഴുതിയതെന്ന് വിചാരിക്കും. അപ്പൊ ഇതെന്തായി, ഈ സെറ്റിനകത്ത് ഒറ്റൊരാളല്ലേ ഉള്ളൂ, അപ്പൊ ആ സെറ്റിന് നമ്മൾ പറയും സിംഗിൾട്ടൺ സെറ്റ് ആണ്, ഒരാളല്ലേ ഉള്ളൂ അല്ലെ, സിംഗിൾട്ടൺ സെറ്റ് ആണെന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു എലമെന്റ് മാത്രം ഉള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സെറ്റ് നോക്കുന്നതിന് പകരം നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സെറ്റിന്റെ മറ്റു ചില എക്സാമ്പിൾസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് എക്സാമ്പിൾ തന്നെയാണ്, വെർബൽസ് പറഞ്ഞു അല്ലെ. നമ്മൾ പിന്നെ എന്താ പറഞ്ഞു, ഡൈസിലുള്ള നമ്പേഴ്സിൻ്റെത് പറഞ്ഞു. ഇനി ഞാൻ പറയാണ് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ, 2 3 5 7 9 ഉണ്ടാവും ഇല്ല അല്ലെ. 11 ആണ് അടുത്തത് വരുന്നത്, പക്ഷെ അത് ലെസ് ദാൻ 10 അല്ലല്ലോ, അപ്പൊ നമ്മൾ 7ൽ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് എന്ത്, ഈ പറഞ്ഞ സെറ്റ്. ഇപ്പൊ ഈ സെറ്റിന് ഞാൻ എ ഈക്വൽ ടു എന്ന് പേര് കൊടുത്താൽ ആ എ ഈക്വൽ ടു സെറ്റ് ആണ് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് അല്ലെ. സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ അല്ലെ. ഈ എഴുതിയിരിക്കുന്ന ഓരോ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ, അത് പ്രൈം നമ്പർ ആവാൻ കാരണം എന്താ, കാരണം അതിന്റെ ഫാക്ടേഴ്സ് അല്ലെ, ഈ ഒരു ഫാക്ടർ മാത്രമേ ഇല്ലൂ 2ന്. 1 into 2 ആണ് 2 അല്ലെ, 1 into 3 ആണ് 3, പിന്നെ 1 into 5 5. അതല്ലാതെ വേറെ ഫാക്ടേഴ്സ് 1 2 അല്ലാതെ 2ന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. ഇപ്പം നേരെ മറിച്ച് ഇതിന്റെ ഇടയിൽ 4 ഇവിടെ വന്നിട്ടില്ലല്ലോ, 4 വന്നിട്ടില്ല. എന്തുകൊണ്ടാ 4 വരാത്തെ, കാരണം 4നെ നമുക്ക് 1 into 4
എന്നും എഴുതാം, അതുപോലെ 2 into 2 എന്നും എഴുതാം അല്ലേ? അപ്പൊ രണ്ട് രീതിയിൽ നമുക്കിതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും ആണല്ലോ. അപ്പൊ എത്ര ഫാക്ടേഴ്സിന്റെ എണ്ണം കൂടിയില്ലേ? അപ്പോൾ ഈ രീതിയിൽ മാത്രം 1 into n എന്ന് മാത്രമാണ് പ്രൊഡക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ ആ n-നെ നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ 9 എന്തുകൊണ്ടില്ല? 9 നമുക്ക് 1 into 9 എഴുതാം, അതുപോലെ 3 into 3 എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്നും പ്രൈം നമ്പേഴ്സ് അല്ലാത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കാര്യത്തിലേക്ക് വരാം. സെറ്റിന്റെ എക്സാമ്പിൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ അത് വരുന്നത്? 1 2 3 4 എണ്ണൽ സംഖ്യകൾ അല്ലേ, എക്സെട്ര. ഇതിനെ നമുക്ക് കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് എഴുതാം. നാച്ചുറൽ നമ്പേഴ്സിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് പഠിച്ചു വെക്കണേ. ഇങ്ങനെയാണ്, നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. ബോൾഡ് ആയിട്ട് n എഴുതാം, അല്ലെങ്കിൽ ഈ രീതിയിൽ n എഴുതാം. ഇതെന്താ കാണിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അതുപോലെ ഇതെങ്ങനെയാ കാണിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ആരും കൂടെ വരും? സീറോയും കൂടെ വരും അല്ലേ? സീറോയും നാച്ചുറൽ നമ്പേഴ്സും ചേർന്നതാണ് എന്ത്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ്, ഇത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? പിന്നെ ആരാ അടുത്തത് വരുന്നത്? ഇൻഡിജേഴ്സ് അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്ന സമയത്ത്, ഹോൾ നമ്പറിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്ന സമയത്ത് അതിനെന്ത് പറയും? ഇൻഡിജേഴ്സ്. അതായത് 0 1 2 3 എക്സെട്ര. അതുകൂടാതെ നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 എക്സെട്ര അല്ലേ? ഇതാണ് എന്ത്? ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ. ഇതൊക്കെ എന്താണ്? ഓരോ സെറ്റ്സ് ആണ് അല്ലേ? പിന്നെ ഇത് പറയാം നമുക്ക്. അടുത്തത് ഏതാണ് വരുന്നത്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് വരുന്നുണ്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ? റാഷണൽ നമ്പേഴ്സിന്റെയും റിയൽ നമ്പേഴ്സിനും നമുക്ക് ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ എഴുതാൻ വേണ്ടി പറ്റില്ല അല്ലേ? റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാ വരുന്നത്? p/q ഫോമിലാണ് അല്ലേ? p/q അല്ലേ? ഈ q എന്താവാൻ വേണ്ടി പാടില്ല? 0 ആവാൻ വേണ്ടി പാടില്ല. അതുപോലെ pയും qയും ഏത് നമ്പേഴ്സ് ആയിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതിയത് ശ്രദ്ധിച്ചോ? ഇവിടെ നോക്കിയേ, റാഷണൽ നമ്പേഴ്സിനെ എനിക്ക് ഇതുപോലെ നമ്പേഴ്സ് വെച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല അല്ലേ? നേരെ മറിച്ച് ഇങ്ങനെ ജനറൽ ആയിട്ട് പറയാനാണ് പറ്റിയത് അല്ലേ? പിയും ക്യൂന്നും കാണിക്കാനാണ് നമുക്ക് പറ്റിയത് അല്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് തരത്തില് അല്ലേ? അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ പേര് വേണ്ടേ? അതാണ് എന്തൊക്കെ? സെറ്റ് ബിൽഡർ ഫോമും ടാബുലാർ ഫോം അങ്ങനെയൊക്കെ പറയുന്നില്ലേ? റോസ്റ്റർ ഫോം അല്ലേ? പല പേരുകളിലും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് പറയാം. There are two methods of representing a set. ഒന്നാമത്തത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. എന്താണ് സെറ്റ് ബിൽഡർ ഫോം? ഈ റോസ്റ്റർ ഫോം എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ കേസിൽ എഴുതില്ലേ? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എഴുതി? എല്ലാ എലമെന്റ്സിനും അവിടെ കാണിച്ചു അല്ലേ? അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ 1 2 3 4 5 6 എക്സെട്ര അല്ലേ? എല്ലാ എലമെന്റ്സും നമ്മൾ അവിടെ കാണിച്ചു. പക്ഷെ നമ്മൾ മറ്റേതിന്റെ കേസിൽ, അതായത് റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ, അതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്? സെറ്റ് ഓഫ് ഓൾ p/q such that. എങ്ങനെയുള്ള p/q? p/q ഫോമില് അംശവും ഛേദവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഫോമിൽ വരണം അല്ലെ? p/q. q എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. കാരണം 0 ആയാല് p/0 ഡിഫൈൻഡ് അല്ല അല്ലെ? നോട്ട് ഡിഫൈൻഡ് ആണ്. q നോട്ട് ഈക്വൽ ടു 0. അതുപോലെ pയും q എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം അല്ലേ? ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ്, ഒരു ജനറൽ ഫോം പോലെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ റോസ്റ്റർ ഫോമിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. അങ്ങനെയാണെങ്കിൽ എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമ്മൾ സെറ്റ് ഓഫ് ഓൾ വോവൽസ് പറഞ്ഞില്ലേ? അപ്പൊ v ഈക്വൽ ടു
വവൽസ് നമ്മൾ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതുക? എല്ലാ എലമെന്റ്സും എഴുതണം അല്ലേ? എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്യണം. എ ഇ ഐ ഒ യു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് റോസ്റ്റർ ഫോം. അങ്ങനെയാണെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എങ്ങനെയുള്ള എക്സുകളാണ് എഴുതേണ്ടത്? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇങ്ങനെ പറഞ്ഞൂടെ? പറയാം അല്ലേ? എക്സുകളുടെ കളക്ഷൻ ആണ് അല്ലേ? ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാനിപ്പം റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാം. എക്സ് സച്ച് ദാറ്റ് അങ്ങനെയുള്ള കുറേ എക്സുകളുടെ കളക്ഷൻ ആണ് ഇവിടെ വരേണ്ടത്. എന്താ പ്രത്യേകത? ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വവ്വൽ ആയിരിക്കണം അല്ലേ? എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വവ്വൽ ആയിരിക്കണം. അപ്പോൾ വവ്വൽസ് അറിയാലോ നമുക്ക്. എ വവൽസ് ആണ്, ഇ അല്ലേ, ഐ ഒ യു അല്ല, അത്രയാണുള്ളത്. ഓക്കെ അല്ലേ?